ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഐ ആം ബാക്ക്. ഇന്നലെ വൈകിട്ട് ബ്രാൻഡ് ന്യൂ ഡേ പോയി കണ്ടു. അപ്പം ഞാൻ ഈ വീഡിയോ ഫുള്ള് സംസാരിക്കുന്നത് ബ്രാൻഡ് ന്യൂ ഡേ പറ്റിയായിരിക്കും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു നോ സ്പോയിലർ വെർഷൻ ആയിരിക്കും. ഞാനകത്ത് ഒരു രീതിയിലുള്ള കാര്യങ്ങളും റിവീൽ ചെയ്യില്ല. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണാമെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഈ പടം ഇന്നലെ എന്നെ കണ്ടിട്ട് വീഡിയോ ഇടുന്നൊക്കെ വിചാരിച്ചു. ബട്ട് രാത്രി നല്ല ടയർഡായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഓഫീസിൽ പോയി ഇപ്പോൾ ഫ്രീ ആയതേ ഉള്ളൂ. ഞാൻ ആദ്യം ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ വിചാരിച്ചു വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന്. അതിനൊരു കാരണമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ഞാൻ ട്വിറ്റർ തുറക്കുമ്പോഴായാലും ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പം ഒരുവിധം നെഗറ്റീവ്സ് ഒക്കെ കാണുന്നുണ്ട്. സോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സ് മാറുന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ മിസ്സിങ് ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണണം എന്ന് നിങ്ങൾ മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ പോയി കാണണം. ബിക്കോസ് ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയാണ്. ടോം ഹോളണ്ടിൻ്റെ ആ ഒരു സ്പൈഡർമാൻ ആ ഒരു എഡിഷനിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഫിലിം എന്ന് ഞാൻ പറയും. കാരണം നമുക്കറിയാം ഒരു സ്പൈഡർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ്, പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നമുക്കറിയാം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് സ്പൈഡർമാൻ അപ്പുറത്ത് ആ മാസ്കിൻ്റെ അകത്തൊരു ക്യാരക്ടർ ഉണ്ട്, ദാറ്റ്സ് പീറ്റർ പാർക്കർ. പീറ്റർ പാർക്കറിൻ്റെ ലൈഫ് എന്താണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് കാണിച്ചേക്കുന്ന ഒരു സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു സൂപ്പർ ഹീറോനെ കാട്ടിയും പീറ്റർ പാർക്കർ എന്നൊരു ക്യാരക്ടറായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യും. അതുപോലെ ഇതിനകത്ത് വരുന്ന ക്യാമിയോസ് ആയാലും ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് ആയാലും ഒബ്വിയസ്ലി പണിഷറിനകത്തുണ്ടെന്നുള്ളത് ട്രെയിലർ തന്നെ കാണിച്ചത്. ട്രെയിലറിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് ആവശ്യമില്ലാതെ കുറച്ച് സീക്വൻസ് ഒക്കെ ട്രെയിലറിൽ ഇട്ടത് എനിക്ക് അത്രയ്ക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തില്ല. കാരണം അതൊക്കെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് വെച്ചാൽ മതിയായിരുന്നു. കുറച്ച് ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൽ ഫ്രഷ് ആയിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ വേറെ തന്നെയാണ്. പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് കാണാൻ നോക്കിയാലും ഫസ്റ്റ് ഷോ കാണുന്ന ആൾക്കാർക്ക് തന്നെ അത് കിട്ടത്തുള്ളൂ. അത് തന്നെ ഇപ്പോൾ റീൽസിലായാലും എല്ലാത്തിലും ആൾക്കാരിടും. ഇവർക്ക് എന്ത് സുഖം ഇതിൽ കൂടെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. എനിവേ പണിഷറും സ്പൈഡർമാനും ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻസ്, ലൈക്ക് ടു ഗൈസ് വിത്ത് ഡിഫറെൻറ്റ് ഐഡിയോളജി, എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒബ്വിയസ്ലി. അതേപോലെ തന്നെ നമുക്ക് നോവേ ഹോമിൽ എൻഡിങ് എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ ശരിക്കുള്ള കണ്ടിന്യൂഷനാണ്. അതിൻ്റെ വേറെ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് എന്താണ് പുള്ളിയുടെ ലൈഫിൽ നടക്കുന്നതെന്നുള്ളത് പക്കയായിട്ട് എടുത്ത് കാണിക്കുന്നതാണ് ബ്രാൻഡ് ന്യൂ ഡേ. പിന്നെ എൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഷാൻജിയൊക്കെ ഡയറക്റ്റ് ചെയ്ത പുള്ളി തന്നെയാണ്. സോ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു ആക്ഷൻ സീക്വൻസ് ഒക്കെ പ്രോപ്പർ ആക്കുമെന്ന്. ഷാൻജി കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് ഗോ ആൻഡ് വാച്ച്. കാരണം എനിക്കൊന്ന് എൻഡ് ഗെയിം കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന മാർവൽസിൻ്റെ ഒരു സിനിമ, അതായത് ദ മാർവൽസിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നത് അത് ഷാൻജി തന്നെയാണ്. ആൻഡ് കുഡോസ് ടു ദ ഡയറക്ടർ. ഈ പടത്തിൽ പുള്ളി നല്ല എലിവേറ്റഡ് സീൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇമോഷൻസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇമോഷൻസ്. ദിസ് ഫിലിം വാസ് ഓൾ അബൌട്ട് ആൻ ഇമോഷണൽ റോളർ കോസ്റ്റർ. കുറേ സീനൊക്കെ എത്തിയപ്പം ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ് ബ്രോക്കൺ പീറ്റർ പാർക്കർ. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു സർവൈവലും പുള്ളി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഇതൊക്കെ നല്ല രീതിയിൽ ആക്ച്വലി പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി നെഗറ്റീവ് പറയുന്നത് വെച്ചാൽ ഒറ്റ കാരണമുള്ളൂ. ഈ സിനിമകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്ലോപ്പ് ആകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ. ഇനിയിപ്പം ഡൂംസ്ഡേ ഇറങ്ങാൻ പോകുന്നു, അതിനും ഒരു കൂട്ടം എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും ഇടും. എനിക്ക് മനസ്സിലാത്ത കാര്യമില്ല, നിങ്ങൾ എക്സ്പെക്റ്റേഷൻ ഇട്ടു, അത് നിങ്ങൾക്ക് പടത്തിൽ കിട്ടിയില്ല, അപ്പോൾ പിന്നെ എന്തിനാണ് നെഗറ്റീവ് പറയണേ? നിങ്ങളാ ചിന്തിച്ചു കൂട്ടി, നിങ്ങൾ അവിടെ നിന്ന് ഓരോ കേട്ടിട്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. ഒബ്വിയസ്ലി ഞാനൊരു എക്സ്പെക്റ്റേഷൻ ഇട്ടു, ആ പടത്തിൽ എനിക്കത് കിട്ടിയില്ല. ഞാൻ ബ്രാൻഡ് ന്യൂ ഡേ ആയിരുന്നു തന്നെ പറയുന്നത്, എനിക്കത് കിട്ടിയില്ല. ഓക്കെ, ഇറ്റ്സ് നാച്ചുറൽ. ആ പടം ചെയ്തു വെച്ചേക്കുന്നത് ആ ഡയറക്ടറിനും ആ റൈറ്ററിനും ആ ഒരു കാസ്റ്റിനും മാത്രമേ അറിയത്തുള്ളൂ എന്താണെന്നുള്ളത്. അതിന് പുറത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനായിട്ട് ചിന്തിച്ചു കൂട്ടിയതാണ്. അതിൻ്റെ പേരിൽ ആ പടത്തിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞ് ആൾക്കാരുടെ അടുത്ത് അതിനെ പറ്റിയിട്ട് നെഗറ്റീവ് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതിൽ ഇങ്ങനത്തെ സാധനമില്ല അങ്ങനത്തെ സാധനമില്ല. ബ്രോ, ഇറ്റ്സ് നോട്ട്, എനിക്കത് ഓക്കെ ആയിട്ട് തോന്നില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ സംഭവം ഇടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷനാണ് നിങ്ങളുടെ ആ ഒരു കാണാനുള്ള ആ ഒരു എന്താ പറയുക ആസ്വാദനം അതൊക്കെ എടുത്ത് കളഞ്ഞത്. അല്ലാണ്ട് ദയവ് ചെയ്ത് ആ മേക്കേഴ്സിൻ്റെ തലയിലോ അല്ലെങ്കിൽ ആരുടെയും തലയെ കൊണ്ട് വെക്കല്. ആൻഡ് എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ള ഒരാളെന്ന് പറഞ്ഞാൽ സ്റ്റാൻലി. പുള്ളിയുടെ ലൈഫിൽ നമുക്ക് ചൈൽഡ്ഹുഡ് തൊട്ട്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ചൈൽഡ്ഹുഡ് തൊട്ട് ഒത്തിരി ഹീറോസ് വന്നിട്ടുണ്ട്. ആൻഡ് സ്പൈഡർമാൻ ഈസ് ജസ്റ്റ് ടോപ്പ് മാൻ. ഈ സൂപ്പർ ഹീറോസിൽ ഇപ്പം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിലും എനിക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റാത്തൊരു, എനിക്ക് ഒരിക്കലും ഇഷ്ടക്കേട് തോന്നാത്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്പൈഡർമാനാണ്. ഈവൻ തോ അതൊരു വില്ലനായിട്ട് വന്ന് പോർട്രേറ്റ് ചെയ്താൽ പോലും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ദ ബാക്ക് സ്റ്റോറി എല്ലാം നമുക്ക് പേഴ്സണലി നമുക്ക് ഒരു നോർമൽ
ഒരു ആ ഒരു ഫീലിംഗ് നമുക്കതൊരു ഫീൽ നമുക്ക് കിട്ടും. എല്ലാ ആണുങ്ങൾക്കും അത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ദിസ് ക്യാരക്ടർ ഈസ് ഓൾ അബൌട്ട് ഇമോഷൻസ് മാൻ, ആൻഡ് ദിസ് ഫിലിം ഈസ് ഓൾസോ. നിങ്ങൾ ദയവ് ചെയ്ത് തിയേറ്ററിൽ പോയി കാണണമെന്ന് മൈൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോയി കാണുക. ഇനി എന്തായാലും ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇരുന്ന് കണ്ടോ. എനിക്ക് പ്രത്യേകിച്ച് എടുത്തുള്ള ഹേറ്റേഴ്സിൻ്റെ അടുത്താണ്, എടാ നിങ്ങൾക്ക് എനിക്കറിയില്ലടാ, ഇനി ഐ ജസ്റ്റ് ഡോണ്ട് നോ. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ കാണണ്ട, വിട്ടേര്. ബാക്കിയുള്ളവരെങ്കിലും പോയി കാണട്ടെ. ദയവ് ചെയ്ത് ഒരു ഫോൾസ് ഇമേജ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും പടം പോയി തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുകയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഏരീസിലാണ് പോയി കണ്ടത്. ട്രിവാൻഡ്രത്തുള്ളവർ മാക്സിമം അവിടെ തന്നെ പോവുക. എറണാകുളത്താണെങ്കിൽ അവിടെ ഏതാണ് ബെസ്റ്റ് സ്ക്രീൻ അങ്ങോട്ട് പോവുക. നിങ്ങളടുത്തുള്ള ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ എന്നാണോ അവിടെ തന്നെ പോയി പടം കാണുക. മാക്സിമം എൻജോയ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് എ ഗുഡ് വാച്ച്. പിന്നെ അടുത്തേക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളൂ, ഇതിനകത്ത് ചില സീൻസൊക്കെ കട്ട് ചെയ്ത മഹാന്മാരോടാണ്. എടാ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു പടം കണ്ടു, പെഡി എന്നാ പേര്. എനിക്ക് അതിനെപ്പറ്റി 2 വീഡിയോ ഇടണമെന്നുണ്ട്, പക്ഷേ ഇട്ട് കഴിഞ്ഞിട്ട് എന്തിനാ വെറുതെ എൻ്റെ ചാനലിന് നാണക്കേടാ സത്യം പറയാം. കാരണം ഇങ്ങനത്തെ പടമൊന്നും ഇവർ കാണത്തില്ല. ലൈക്ക് വുമൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒബ്ജക്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യമൊന്നും ആരും കാണത്തില്ല. എന്തായാലും ഇങ്ങനൊരു പടം ഇറങ്ങിയിട്ടുണ്ട് രാംചരൻ്റെ, പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടുപോകാൻ ഒരിക്കലും പറയില്ല. കാരണം നാളെ നിങ്ങൾ എൻ്റെ അഡ്രസ്സ് അപ്പം എന്നെ ഒന്ന് തല്ലിയിട്ടു. എന്തായാലും കൊള്ളാം. ഇപ്പം ഈ കിസ്സിങ് സീൻ എന്നൊക്കെ പറയണത് സത്യം പറഞ്ഞാൽ അതൊക്കെ അത്ര വലിയ പ്രശ്നമാണോ ഇവിടെ? എന്തോ എനിക്ക് ഐ ഡോണ്ട് നോ ഡ്യൂഡ്. ഇതിനകത്ത് ഒരു ഡയലോഗൊക്കെ ഉണ്ട്, അതൊക്കെ ബീപ്പ് പോലല്ലോ ചെയ്തത്, നേരെ അങ്ങ് സൈലൻ്റ് അങ്ങ് ആക്കി കളഞ്ഞു. ആ ഒരു സീൻ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പോൾ ഒരു സീനിൽ ഒരാൾ ലിക്കർ കഴിക്കുന്ന അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നു, അതിൻ്റെ താഴെ ഒരു വലിയ പോസ്റ്റർ. ഈ DOP എന്ന് പറഞ്ഞ ആൾക്കാർ ഒത്തിരി എഫേർട്ട് ഇട്ടാണ് അവരൊരു സീൻ അവരെ മൈൻഡിൽ ഇമാജിൻ ചെയ്ത് ഡയറക്ടേഴ്സിന് സംസാരിച്ച് അവരെടുക്കുന്നത്. അത്രയും നല്ലൊരു സീനിൽ താഴെ ഒരു വലിയ അക്ഷരത്തിൽ ഇങ്ങനെ ആൽക്കഹോളിക്സ് ഇഞ്ചുറീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ യൂസ് ചെയ്യാനുള്ളവർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്ത് എന്തൊക്കെ ആവുമെന്ന് അറിയാമെന്നുള്ളവർ ഇത് ചെയ്യത്തില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അല്ലാണ്ട് പടത്തിൽ പോയിട്ട് ഇങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടേ. എനിക്കെന്തായാലും ഇത്രേ പടത്തെ പറ്റി പറയുള്ളൂ. ആക്ച്വലി എനിക്ക് ഒത്തിരി ഇഷ്ടമായ സിനിമ. ആൻഡ് എല്ലാവരും പറയും പോലെ ദയവ് ചെയ്ത് നിങ്ങൾ ആ സീരീസ് കണ്ടില്ല, ഇത് കണ്ടില്ല, അത് ഒരു കാര്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയി തിയേറ്ററിൽ പോയി പടം കണ്ടോ. ഇതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, സ്പോയിലർ അല്ലാണ്ട് ഞാൻ പറയാം. എക്സ്മാനിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരാരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. അതേപോലെ പണിഷർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ്റെ ഒരു ഓവറോൾ എങ്ങനെയാണ് ക്യാരക്ടർ എന്ന് മനസ്സിലാക്കുക. ഡെയർ ഡെവിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. പുള്ളിയുടെ വില്ലൻ ആരാണ്, ഇത്രയും മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ എല്ലാ സീരീസ് ഇരുന്ന് കുത്തിയിരുന്ന് കാണണം, ഇത് കാണാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറയില്ല. ഞാനും ഇങ്ങനെയൊക്കെ പ്രതീക്ഷയാണ് വരുന്നത്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഞാനും ഡെയർ ഡെവിൽ ഒരു 2 സീസൺ കണ്ടതേ ഉള്ളൂ. പിന്നെ പണിഷറിൻ്റെ ഒരു സീസൺ പകുതി വരെ കണ്ടതേ ഉള്ളൂ. പിന്നെ കുറച്ച് കോമിക്സ് ഒക്കെ ഇരുന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വായിക്കും. അങ്ങനെയാണ് പണിഷർ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ് അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉള്ളത്. സോ അത്രേ ഉള്ളൂ ഗൈസ് ബ്രാൻഡ് ന്യൂ ഡേനെ പറ്റി. ഇനി അടുത്ത ആഴ്ച ഇനി DC ഇറങ്ങുന്നുണ്ട്, അത് പോയി കാണണം. എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാനി കായിദം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അത് നല്ല പടമാണ്. ആക്ച്വലി നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഐ തിങ്ക് 18+ ആണെന്ന് തോന്നുന്നു പടം. സോ അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ആ പടത്തിൽ. പക്ഷേ എന്നും പറഞ്ഞാൽ ആ പടം എൻ്റെ എക്സ്പെക്റ്റേഷൻ ഒത്തില്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് ഒന്നും പറയാൻ നിൽക്കില്ല. എടാ നമുക്ക് ഒരു പടം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം പറയുന്നതല്ല, പക്ഷേ നമുക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടണ്ട എന്ന് പറയുന്നത് അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ടേക്ക് തോന്നുന്നില്ല. എനിവേ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് കാണാം. മിക്കവാറും DC തന്നെ ആയിരിക്കും അടുത്ത പടം. അപ്പം ബൈ ബൈ ഗൈസ്, കുഡോസ്.